2005 ഞാൻ ഓഫീസിൽ പഹാഡ്ഗഞ്ച് ഡൽഹിയിലെ ന്യൂഡൽഹി പഹാഡ്ഗഞ്ചിലുള്ള ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ശബ്ദം കേട്ടു. ഏകദേശം ഞങ്ങൾക്ക് അവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിനാണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. 5 മിനിറ്റിൽ മനസ്സിലായി അവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയി എന്നുള്ളത്. ന്യൂഡൽഹി സ്റ്റേഷൻ്റെ ഏകദേശം അടുത്തായിട്ട് പഹാഡ്ഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അന്ന് 62 ആൾക്കാരന്ന് മരിച്ചു, 210 പേർക്ക് പരിക്കേറ്റു ആ ബോംബ് ബ്ലാസ്റ്റിൽ. അതുപോലെ തന്നെ 1992 ഇതുപോലെ ബോംബ് ബ്ലാസ്റ്റ് ജയ്പൂരിലുണ്ടായി, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്. 2008 ബോംബെയിലുണ്ടായി. അങ്ങനെ കണ്ടിന്യൂസ് ആ കാലങ്ങളിൽ 1992 മുതൽക്ക് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും സീരിയൽ ബോംബ് ബ്ലാസ്റ്റുകളുണ്ടായിരുന്നു. ആൾക്കാരെ ക്രൗഡഡ് ഏരിയയിൽ അൽ-ഖായിദയാണ് അത് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതാണ് അന്ന് തെളിഞ്ഞത്. അൽ-ഖായിദ എന്ന മുസ്ലിം തീവ്രവാദ സംഘടനയാണ്, മറ്റ് മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് ഈ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നതെന്ന് അറിയില്ല. കാരണം 1992 മുതൽക്ക് ഈ ബോംബ് ബ്ലാസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. അപ്പോൾ അങ്ങനെ ഈ ബോംബ് ബ്ലാസ്റ്റ്, അപ്പോൾ അന്ന് ഡൽഹിയിൽ ഞങ്ങൾക്കെല്ലാം വലിയ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ടച്ച് ചെയ്യരുത്, റോഡിൽ എന്തെങ്കിലും സാധനം കണ്ടാൽ പോലീസിനെ അറിയിപ്പിക്കണം. അനൗൺസ്മെൻറ്റ് ഇങ്ങനെ കണ്ടമാനം വന്നുകൊണ്ടിരിക്കില്ല. പോലീസിൻ്റെ ഇടയിൽ നിന്ന് ഒരു ശക്തമായിട്ടൊരു നടപടി ഈ ബോംബ് ബ്ലാസ്റ്റുകൾക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1992 മുതൽക്ക് തുടങ്ങിയിട്ട് 2005 2008 അങ്ങനെ പല ഭാഗങ്ങളിലും ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലങ്ങളിൽ 1992 92 94 അഹമ്മദാബാദ്, ഹൈദരാബാദ്, കാൺപൂർ, അതുപോലെ UP-യുടെ കുറേ ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിലെ മോസ്റ്റ് ഡേഞ്ചറസ് ഏരിയ ആയിരുന്നു. കാരണം അവിടേക്കൊന്നും ബിസിനസ്സുകാരൊന്നും കാര്യമായി പോയിരുന്നില്ല. കാരണം ബിസിനസ് എപ്പോഴാണ് അവിടുത്തെ മാർക്കറ്റ് അടയുക എന്നുള്ളത് അറിയില്ല, എപ്പോഴാണ് അവിടെ ബന്ദ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല, എപ്പോഴാണ് ഖരാബ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ആകെ ഹിന്ദു മുസ്ലിം വഴക്കുകൾ ഉണ്ടായിരുന്ന സമയമാണ്. ആ ഭാഗത്ത് വളരെ കൂടുതൽ ആ കാലങ്ങളുണ്ടായിരുന്നു ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിങ്ങളുടെ വഴക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വഴക്കുണ്ടാക്കുന്നത്, എന്താണ് കാരണങ്ങൾ? സില്ലി പ്രോബ്ലംസ് ആയിരിക്കും. അതിൽ നിന്ന് വലുതായി എന്തോ ഒരു പ്രത്യേക ഐഡിയോളജിയാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഈ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്ത്യയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അന്നത്തെ ഒരുപക്ഷെ സർക്കാർ വിചാരിച്ചിട്ടുണ്ടാകും കുറേയധികം അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് ജനങ്ങളെ പേടിപ്പെടുത്തിക്കൊണ്ട് ഭരിച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് കൂടുതൽ കിട്ടുന്നു, അങ്ങനെ എന്താ അറിയില്ല. കാരണം കാര്യമായിട്ടൊന്നും വന്ന് തീരുമാനങ്ങളൊന്നും, കാര്യമായിട്ടുള്ള നടപടികളൊന്നും വന്ന് കണ്ടിട്ടില്ല. കാരണം 92 മുതൽക്ക് 2008 വരെ ഒരു കൺട്രിയിൽ ഈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാകുന്ന വരികില്ല. അന്ന് ഭരിക്കുന്ന ആൾക്കാർക്ക് അതിനെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ 2005 2008 ആ സമയത്തിനിടയിലാണ് ഞാൻ പാലക്കാട് സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ അവിടെ 10:30 എത്തി. എനിക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അന്ന് പാലൊന്നുമില്ല ഈ ഭാഗങ്ങളിൽ എനിക്ക് എത്താൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ ആയിട്ട് പോവാം എന്ന് വിചാരിച്ച് സ്റ്റേഷനിൽ തന്നെ ഇരുന്നു. ഇനിയിപ്പോൾ ഏതായാലും പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ ട്രെയിൻ പിടിച്ച് എൻ്റെ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെ പോവാം. വെറുതെ നല്ല സ്റ്റേഷനാണല്ലോ, ജംഗ്ഷനാണ് പാലക്കാട്, അവിടെ ഇരിക്കുക, രാത്രി അവിടെ ചിലവാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 10:30 അവിടെ എത്തിയിട്ട് ഒരു ബെഞ്ചിൽ ഇരുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊരു ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട് പാലക്കാട് സ്റ്റേഷനിൽ. ഞാൻ അവിടെ നിന്ന് മാറി വേറെ ഭാഗത്തിരുന്നു കുറേ നേരം. 10 മുതൽ 11 മണി വരെ കുറച്ച് ട്രെയിനുകളെല്ലാം പോയി 11 മണി വരെ നോക്കി. അപ്പോഴാ ചാക്ക് കെട്ട അവിടെ ഇരിക്കുന്നുണ്ട്. ഏകദേശം 12:30 ആയി കഴിഞ്ഞു. 12:30 12:30 1 മണിയോട് അടുത്തായി. എന്നിട്ട് ആ ചാക്ക് കെട്ട് ആരും കൊണ്ടുപോകുന്നത് കാണുന്നില്ല. അന്ന് ഞങ്ങൾക്കെല്ലാം വളരെയധികം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, നല്ല ഇതുണ്ട്, മുന്നറിയിപ്പുകളുണ്ട് ഡൽഹിയിലെല്ലാം. കേരളത്തിലൊന്നും അതില്ല. അപ്പോൾ ഡൽഹിയിലെല്ലാം അങ്ങനെ മുന്നറിയിപ്പുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഈ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റിനെ പറ്റിയുള്ള ചിന്തകൾ ആ സമയങ്ങളിലൊക്കെ. എപ്പോഴാണ് ട്രെയിൻ പൊട്ടുക, എപ്പോഴാണ് ബസ് പൊട്ടുക. സരോജിനി നഗറിലൊക്കെ ഒരിക്കലും ബസ്സിലാണ് പൊട്ടിയിരിക്കുന്നത്. ഗോവിന്ദ്പുരി എന്ന സ്ഥലത്ത് ബസ്സിൻ്റെ ഉള്ളിലാണ് ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായത്. അപ്പോൾ സരോജിനി നഗറിലെ മാർക്കറ്റിൽ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി, കുറേ ആൾക്കാർ അവിടെ മരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ഇങ്ങനെ കൂടുതലുള്ള സമയത്താണ് ഞാൻ പാലക്കാട് വന്ന് ആ ഇരിക്കുന്നതിൻ്റെ അടിയിൽ വലിയൊരു ചാക്ക് കെട്ട് കാണുന്നത്. ഒരു ചാക്ക് എന്തോ ഒരു സാധനം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1:30 മണി 2 മണിയായി. 2 മണിയായപ്പോൾ ഞാൻ ഏതായാലും അവിടുത്തെ CRPF അല്ല, റെയിൽവേ പോലീസിനെ വിളിച്ചു കാണിച്ചു കൊടുത്തു. ഞാൻ 10 മുതൽക്ക് നോക്കുന്നതാണ്, ഇതിൻ്റെ അടിയിലൊരു ചാക്ക് കെട്ടിരിക്കുന്നുണ്ട്, ഇതിനെന്താ ഉടമസ്ഥരില്ല തോന്നുന്നു, ആരും വന്ന് ദൈവം എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നില്ല. അപ്പോൾ ബോംബ് ബ്ലാസ്റ്റെല്ലാം, സീരിയൽ ബോംബ് ബ്ലാസ്റ്റെല്ലാം കണ്ടിന്യൂസ് നടക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആരുടെയാണോ എന്താണെന്നുള്ളത് അന്വേഷിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ. പോലീസുകാരെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറയണം, സാർ അവരുടെ സ്ഥലങ്ങളൊന്നും അവർ ബോംബ് പൊട്ടിക്കില്ല സാർ, പേടിക്കൊന്നും വേണ്ടെന്ന്. അന്ന് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താണ് അവരുടെ സ്ഥലം, എന്താണ് മറ്റു സ്ഥലങ്ങളെന്ന് മനസ്സിലായില്ല. എന്തായാലും ഈ ബോംബ് ബ്ലാസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഇങ്ങനെയുള്ള ബോംബ് ബ്ലാസ്റ്റുകൾ അത് അതിനുശേഷം നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ തീവ്രവാദികളെല്ലാം ശക്തി കുറച്ചതും അതുപോലെ കാര്യമായിട്ട് ബോംബ് ബ്ലാസ്റ്റ് അവിടെ ഇല്ലാതെ ഒരു സമത്വം നല്ല നില ഉണ്ടാക്കിയതും. അഹമ്മദാബാദ്, ഹൈദരാബാദ്, അതുപോലെ കാൺപൂർ, UP ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു
അവസ്ഥ ഉണ്ടാക്കി തീർത്തും നരേന്ദ്രമോദി ഭരണത്തിലെത്തിയതിന് ശേഷമാണ്. ഇന്ത്യയിൽ ഭയങ്കര പരിതാപകരമായ അവസ്ഥയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. എല്ലാവരും പേടിച്ചുകൊണ്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത് ആ കാലങ്ങളിലെല്ലാം. ഇന്നിപ്പോൾ ആ മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ പേടിയൊക്കെ മാറി. അപ്പോൾ ഇപ്പോഴത്തെ യുവാക്കൾ മനസ്സിലാക്കേണ്ടതാണ്, നല്ല ശക്തമായൊരു ഭരണം വന്നു കഴിഞ്ഞാലാണ് ഈ അക്രമങ്ങളും ഈ ബോംബ് ബ്ലാസ്റ്റും ഈ തീവ്രവാദവും എല്ലാം നിൽക്കുള്ളൂ. അതുകൊണ്ട് നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യുവാക്കൾ ചെയ്യേണ്ടത്. നല്ല ശക്തിയുള്ള ആൾക്കാരെ, കഴിവുള്ള ആൾക്കാരെ, തീവ്രവാദം ഇല്ലാത്ത ആൾക്കാരെ, മയക്കുമരുന്ന് കച്ചവടത്തിന് പ്രലോഭനം കൊടുക്കാത്ത ആൾക്കാരെ, അത് ഏതൊരു പ്രവൃത്തി കണ്ടാലും പെട്ടെന്ന് അതിനെ നിർത്താൻ കഴിവുള്ള ഭരണകൂടത്തെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിന് ശക്തമായ ലീഡേഴ്സിനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് പോകാം, വളരെയധികം അഭിവൃദ്ധി ഉണ്ടാക്കാം, എല്ലാവർക്കും നല്ല അഭിവൃദ്ധി ഉണ്ടാവും. നന്ദി, നമസ്കാരം. മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.